Hello, good evening everyone. Welcome to OET Speaking Speculation Lab. This is me, 𝐎𝐤𝐞𝐚 𝐒𝐲 joining you from Neethu's Academy. So yes, welcome back everyone. This is the last live of this year and I'm super excited to discuss a very recent exam model card with you guys. So today we are going to look into a card where the patient is in the hospital ward and the patient is 45-year-old. The patient has hernia surgery, and we are actually talking to the patient about the process, the procedure, give them recommendations, suggestions, what to do, what not to do, about the recovery and things like that. അപ്പോൾ ഈ ഒരു മോഡലിൽ വരുന്ന ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓരോരോ ടാസ്കുകളുടെ സെന്റൻസുകളൊക്കെ എഴുതി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇവിടെ നിന്ന് ആ ഒരു ടാസ്കിന്റെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻഡിൽ നിന്ന് അത് പറയാനായിട്ട് ശ്രമിക്കുക. Okay, so when I'm constructing a statement, ഞാൻ പറയുന്നത് പോലെ തന്നെ ഷാഡോ ചെയ്യണം എന്നല്ല, but what you can do is you can also try to say the statement from your end. നിങ്ങൾ എങ്ങനെയായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ അത് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ yes, without wasting much time, let's get started. I'll share the screen right now and you'll be able to see the card and you'll have 3 minutes to prepare it.
Alright everyone, welcome back. So I hope you got enough time to go through the card and you got an idea about how this card can be performed. So yes, let's see. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് തുടക്കം തൊട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സെറ്റിംഗ് വായിക്കുകയാണെങ്കിൽ you can see it is a hospital ward setting, and when you read the background information it says like this. You see a 45-year-old patient who was admitted for elective hernia repair surgery. The surgery is scheduled in 4 weeks. He appears anxious and reveals that this is his first ever surgery. Confirm the reason for the visit, brief pre-surgery procedure, find out how the patient is feeling. So from this particular information, from this detail that we have here, you can understand this is a non-case. എന്തുകൊണ്ടാണ്? Because ഇതൊരു non-case setting ആണ്, which is a ward, അല്ലേ? Ward ആയതുകൊണ്ട് ഇത് എന്തായാലും ഒരു non-case ആണ്. പക്ഷേ non-case ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ non-caseനും നിങ്ങൾ തമ്മിൽ ഉള്ളൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടാവണം നിർബന്ധമില്ല, അല്ലേ? ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു പേഷ്യൻ്റ് ആണ്, നിങ്ങളാണ് നഴ്സെങ്കിൽ, ഇഫ് ഐ എം എ നോൺ കേസ് ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവണം എന്നുള്ളതിൽ ഒരു നെസസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല, അല്ലേ? അപ്പോൾ വാട്ട് യു നീഡ് ടു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേഷൻ ആണോ അതോ ഇതിനു മുന്നേ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം തീരുമാനിക്കുക ഏത് കാറ്റഗറിയാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി എന്നാണ് സാധാരണ പറയാറുള്ളത്. സോ ഐ ഹോപ്പ് യു ഗൈസ് നോ ദാറ്റ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നു. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇൻഫർമേഷൻ. എങ്ങനെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടൈം കോൺവെർസേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണ് പേഷ്യൻ്റ്, എന്താണ് അസുഖം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സെക്കൻഡ് കാറ്റഗറി ആണെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രാ വേർഡിങ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, യുവർ പേഷ്യൻറ്റ്, ദിസ് പേഷ്യൻറ്റ് വാസ് അണ്ടർ യുവർ കെയർ, യു വർ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് പേഷ്യൻറ്റ്, ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ ജസ്റ്റ് എക്സാമിൻഡ് എന്നുള്ള കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുമായി ഇതിനു മുന്നേ ഈ പേഷ്യൻ്റ് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം, ഓക്കെ നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പിന്നെയും പോയിട്ട് ഹായ് മൈ നെയിം ഇസ് ദിസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കുക കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഫസ്റ്റ് കാറ്റഗറി തന്നെയാണ്. കാരണം എവിടെയും നമ്മൾ ഈ പേഷ്യന്റിന്റെ അടുത്ത് ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് എന്ത് കേസായിരിക്കും? ഫസ്റ്റ് കാറ്റഗറി നോൺ കേസ് ആയിരിക്കും. ഫസ്റ്റ് കാറ്റഗറി നോൺ കേസ് ആകുമ്പോൾ നമ്മൾ ആദ്യമായി ഒരാളോട് സംസാരിക്കുമ്പോൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, അല്ലേ? ഗ്രീറ്റ് ചെയ്യണം, സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, അതിനുശേഷം പേഷ്യന്റിന്റെ പേരും കാര്യങ്ങളും വെരിഫൈ ചെയ്യുക, ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്തിനാ വന്നിരിക്കുന്ന കാര്യം, റീസൺ ഫോർ വിസിറ്റ് പറയുക, ആൻഡ് ദെൻ മൂവ് ഓൺ ടു ദ ടാസ്ക്. ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും? യു ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദിസ്. അപ്പൊ ഞാൻ 3 minutesൽ പേഷ്യന്റെ പേര് ചോദിച്ചു വെക്കുകയാണ്. പേഷ്യന്റെ പേര് തോമസ് എന്നാന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ റോൾ പ്ലേ ചെയ്യുമ്പോൾ, ഹായ്, ഗുഡ് ഈവനിങ്, മൈ നെയിം ഇസ് റിച്ച്, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്. യു മസ്റ്റ് ബി തോമസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫോർ ദ വെരിഫിക്കേഷൻ കുഡ് യു പ്ലീസ് കൺഫേം യുവർ നെയിം. For the verification, could you please confirm your name? അപ്പോൾ അയാൾ തോമസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കിട്ടി, അല്ലേ? അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പേരും കാര്യങ്ങളും വെരിഫൈ ചെയ്യാം. After that, you can say from your report, I can see that you have been scheduled for a surgery in 4 weeks for your hernia. Am I right? Yes. എന്നിട്ട് പറയാ ഫസ്റ്റ് റീസൺ, അത് ഫസ്റ്റ് ടാസ്കിൽ തന്നിരിക്കുന്ന റീസൺ പറയാം, അല്ലേ? I am here to discuss or to inform you the pre-surgery procedure. I am here to inform you, അല്ലെങ്കിൽ to talk about the pre-surgery procedure. എന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. Find out how the patient is feeling. So yes, before we proceed, let me know how are you feeling, or please tell me how are you feeling. How have you been holding up? How have you been holding up? അങ്ങനെ പല രീതിയിൽ നമുക്ക് അവിടെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. Once you get an information or a response for that, you will move on to the next task, which is explore the specific reasons for his anxiety. Explore the specific reasons for his anxiety. In the bracket, pain,
pain during, after surgery, fear of surgery, worries about recovery time, etc. Okay? Now, ഈ ഒരു പോയിന്റ് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സെന്റൻസ് പറഞ്ഞു തരാം. Please have a look into it. Yes, I'll give you a few seconds time to think. Okay, I'll give you a few seconds. Think about how you can construct the statement. Alright everyone, so I hope you got enough time to look into this particular task. Now explore the specific reasons for his anxiety and the task ആണ് pain during, after surgery, fear of surgery, worries about recovery time. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? First തന്നെ നമുക്ക് എന്ത് ചെയ്യണം? Sign posting statement ആവശ്യമുണ്ടല്ലേ? So before proceeding further, I would like to ask you few questions. So may I എന്നുള്ള രീതിയിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. So before proceeding further, I would like to know what exactly are the reasons behind your anxiety എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ചോദിച്ചതിന് ശേഷം പെയിൻ ഡ്യൂറിങ്, ആഫ്റ്റർ സർജറി, ഫിയർ ഓഫ് സർജറി, ഇത് നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കാം. Are you worried about the pain during and after the surgery, or is it the fear of surgery, or are you worried about the recovery time? എന്നുള്ള രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോഴേക്കും that will also be completed. ഇനി ഇതിന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനെ ബേസ് ചെയ്ത് നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോവാം. Reassure about the surgical procedure, safe, expert surgical team, support available before, during and after surgery. Okay, അപ്പോൾ reassure എങ്ങനെ ചെയ്യാം? ഇവിടെ നമുക്ക് പറയാം, I understand you must be really concerned and worried about your procedure, but please don't be. If it gives you any peace of mind, I reassure you that this is a very safe procedure. ഇതെന്താണ്? ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു procedure ആണ്. This is a very safe procedure which will be
which will be undertaken under the supervision of expert surgical team, and you will be having support available before, during and after the surgery. Okay, you will be having support. അതായത് നടക്കാൻ പോകുന്നൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാ? You will be having support available, അല്ലെങ്കിൽ we will provide support before, during and after your procedure എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി എക്സ്പേർട്ട് സർജിക്കൽ ടീമിന്റെ സൂപ്പർവിഷനിലായിരിക്കും ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് വിൽ ബി പെർഫോംഡ്, വിൽ ബി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ എന്ത് പറയണം? ഫ്യൂച്ചർ ടെൻസിൽ തന്നെ പറയാം അല്ലെ? അപ്പൊ ഇറ്റ് വിൽ ബി പെർഫോംഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ്, ഓക്കെ, അവരുടെ സൂപ്പർവിഷനിലായിരിക്കും എന്നെങ്ങനെ പറയാ? under the supervision of expert medical team അല്ലെങ്കിൽ expert surgical team എന്നാണ് ഒരു പോയിന്റ് അടുത്ത് തന്നിരിക്കുന്നത്. അങ്ങനെ പറയാം കേട്ടോ. ഇനി അതിന് മുന്നേ നമുക്ക് സേഫ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇതാണ് നമ്മുടെ നോർമൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഇറ്റ്സ് എ വെരി സേഫ് പ്രൊസീജിയർ. എങ്ങനെയാണ്? ഇറ്റ്സ് എ വെരി സേഫ് procedure, simple as that. Okay, ഈ അടുത്ത ടാസ്ക് നോക്കിക്കേ, അതായത് അടുത്ത പോയിന്റ് നോക്കിക്കേ. describe the purpose of pre-operative assessment. പേർപ്പസിന്റെ കാര്യം അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റിന്റെ പേർപ്പസ് എന്തിനു വേണ്ടിയാണ് അതെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഒരു വാക്കിന് ആദ്യം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ പറയാം? നമുക്ക് ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇതിനെപ്പറ്റി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമുക്കിത് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. അപ്പൊ എങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? Now let's talk about. Or you can say, okay, so Mr. Thomas, I would like to tell you. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, so Mr. Thomas, do you know the purpose of this pre-operative assessment? എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് ഒരു ചോദ്യം ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് അതിന്റെ പർപ്പസ് അറിയാമോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പോയിന്റിലേക്കുള്ള ട്രാൻസിഷൻ അവിടെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് പറയും, ഇല്ല എനിക്കറിയില്ല, ഞാനിത് ചോദിക്കാൻ വരുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പേഷ്യന്റ് റിപ്ലൈ തരുവാണെങ്കിൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അക്നോളജ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പറയണം. Oh, I totally understand that, but don't worry, let me explain that to you. അതല്ലെങ്കിൽ, oh please don't worry Mr. Thomas, I got you covered. I got you covered. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം, ഞാൻ നിങ്ങളത് കവർ ചെയ്യാം എന്നുള്ളൊരു മീനിങ് ആ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പോയിന്റ് വന്നിരിക്കുന്നത്? എൻഷ്യൂർ ഫിറ്റ്നസ് ഫോർ സർജറി. നിങ്ങൾ സർജറിക്ക് ഫിറ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ മെയിൻ എയിം ഈസ് ടു എൻഷ്യൂർ, the main aim is to ensure your fitness for the surgery. Your fitness for the surgery. Identify potential risks. ഈ ഒരു പ്രീ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പ്രീ സർജിക്കൽ പ്രൊസീജിയർ അസസ്മെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. It will also help us to identify any potential risks. It will also help us, അത് നമ്മൾ ഇങ്ങനെ സഹായിക്കും എന്നാ പറയുന്നത് അല്ലെ? അപ്പോൾ ഇറ്റ് വിൽ ഓൾസോ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. ഇറ്റ് വിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് എന്നും പറയാം. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ഒരു വെർബ് അല്ലേ? അപ്പൊ വെർബിന് മുന്നേ നമുക്ക് എന്ത് ചേർക്കണം? ടു ചേർക്കണം. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ റിസ്ക്സ്. Plan for safe procedure. അപ്പോൾ based on the assessmentന്റെ ബേസിസിൽ, അപ്പോൾ based on the assessment we can plan for the safe procedure. We can plan for the safe procedure. ഇതാണ് അതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, find out any other concerns or questions. എന്താ പറയാ? Do you have any concerns or questions? Do you have anything else to talk to me? Or do you have anything else troubling you? എന്നുള്ള രീതിയിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ ഫ്രെയിം ചെയ്യാം. What is the next point? Outline procedure for pre-operative assessment. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റിൽ
ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ടോപ്പിക്കാണ് അവിടെ വരുന്നത് അല്ലേ. സോ ഹൗ വുഡ് വി ഡു ദാറ്റ്? സോ യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുമ്പോൾ അവരായിട്ട് തന്നെ നമ്മളോട് ഓട്ടോമാറ്റിക്കലി ചോദിക്കും. സം കേസസ് ദ ഇന്റർലോക്യൂട്ടർ മൈറ്റ് നോട്ട് ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ഒരു ചോദ്യം ചിലപ്പോൾ അവർ ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളായിട്ട് അടുത്ത പോയിന്റിലേക്ക് ഡീൽ ചെയ്ത് പോകണം. നമ്മളായിട്ട് തന്നെ അടുത്ത പോയിന്റിലേക്ക് എടുത്ത് പോകണം. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദിസ് ഹിയർ. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഫോർ ദ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ്. You may need to do a blood test, urine test, ECG, chest x-ray as needed. After that, there will be a consultation with the anesthetist, surgeon, and your health history അല്ലെങ്കിൽ medical history will be reviewed. ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു പോവാം. You may need to do a blood test, urine test, ECG, chest x-ray if needed, and after that you will be consulted by the anesthetist, the surgeon, and they will review your medical history. So do you have any other concerns എന്ന് അടുത്ത ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവർ പറയാണ് ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്താൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ you can go with the next task like this. Okay, yes, Mr. Thomas, let me tell you what are the next steps if any issues are identified. Let me tell you what are the next steps if any issues are identified. എന്തെങ്കിലും ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. Let me tell you what are the next steps if any issues identified. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കാണാം എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്കിനാണ് ഞാൻ എന്ത് പറയുന്നത്? Let me tell you. ഞാൻ പറയട്ടെ. Okay, what are the next steps? എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്സ്? What are the next steps if any issues are identified? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്സ് തൊട്ട് ഐഡന്റിഫൈഡ് എന്ന് പറയുന്ന വേർഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടാസ്കിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ ഈസിലി കൺസ്ട്രക്ട് സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. Now let me tell you the next steps if any issues are identified. Specialist consultations. First of all, we may require നമുക്ക് അത് വേണ്ടി വരും എന്നെങ്ങനെയാ പറയാ? we may require a specialist consultation and some additional tests and also some medication adjustments. So I hope it's clear to you, Mr. Thomas. So with your permission, can I proceed with the pre-operative assessment? എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവും കേട്ടോ. So this is how we can do it. So I hope you got an idea about how this can be performed. ഓരോ സെന്റൻസുകളും അല്ലെങ്കിൽ ഓരോ ടാസ്കുകളുടെയും സെന്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ സെന്റൻസ് കൺസ്ട്രക്ഷൻസ് ചെയ്യുന്നില്ല. പകരം എനിക്ക് തന്നിരിക്കുന്ന ടാസ്കിന് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിൽ നിന്ന് ഇംപ്രൊവൈസ് ചെയ്ത് എങ്ങനെ സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ തന്നെ ഓരോ ടാസ്ക് കാർഡ് എടുത്ത് നിങ്ങൾ അതിനു വേണ്ടി കുറച്ചധികം സമയം അത് ചെയ്യുക മാത്രമല്ല, അത് നിങ്ങൾ 5 മിനിറ്റ്സ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നു, നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുന്നു, വിച്ച് ഇസ് ഗുഡ്, എക്സലന്റ്, പെർഫെക്റ്റ്. പക്ഷേ നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ ഇന്റലക്ച്വൽ ഫ്ലുവൻസിനെ കൂടെ ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസ് കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ആണ്. സിറ്റ് ഡൗൺ, take a task, try to write down sentences. ഇതിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കാമെന്നൊന്ന് എഴുതി നോക്കുക. Once you do it, it gets easier. അപ്പോൾ നിങ്ങൾ ഇന്റലക്ച്വലി നിങ്ങൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ അത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടി അല്ലേ. പിന്നെ നിങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കുക. ഒരു 3-4 പ്രാവശ്യം വോയിസ് മോഡുലേഷനിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്കുലർ, അതായത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഫ്ലുവൻസി കൂടെ നിങ്ങൾ ബെറ്റർ ആക്കുകയാണ്. സോ ദ മോർ യു ഡു ദിസ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യും തോറും നിങ്ങളുടെ സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കാര്യം വളരെയധികം ഈസിയായി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ യെസ്, യു ഗൈസ് നോ ദാറ്റ് we have reached
it's almost 2026. It is the end of this year, and നിങ്ങൾക്ക് ഒരു പുതിയൊരു സ്ട്രാറ്റജൈസ് ലേണിംഗ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വർഷം തൊട്ട് പുതുതായിട്ട് തുടങ്ങാം എന്നൊക്കെ ഒരു തീരുമാനം എടുത്താൽ കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തതിലല്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഓരോ പോയിന്റുകൾ വെച്ചിട്ട് സ്ട്രാറ്റജൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് കർവ് ആണെങ്കിൽ അത് അത്രയും ഉപകാരപ്രദമാണ്, അത് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ചുമ്മാ കുറേ കാർഡുകൾ ചെയ്യാതെ ചെയ്യുന്ന ഓരോ കാർഡിൽ നിന്നും ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, ഇതിന്റെ ഒരു ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്കുള്ള ട്രാൻസിഷൻ ഇങ്ങനെയാണ്, ഇതിൽ വന്നിരിക്കുന്ന ആക്ഷൻ വെർബുകൾ ഓരോന്നും ഇതൊക്കെയാണ്, ഈ ആക്ഷൻ വെർബിന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യേണ്ട രീതികൾ, ഇതെല്ലാം നിങ്ങൾ ഓരോ പ്രോപ്പർ പ്ലാനിങ്ങിൽ നിങ്ങളിത് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഓക്കെ, വിച്ച് ഇസ് നോട്ട് വെരി ഫാർ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. അതല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഒരു കാർഡ് എടുത്തു, അത് ചെയ്തു നോക്കി, മേ ബി അത് 2-3 പ്രാവശ്യം ചെയ്തു നോക്കി, മേ ബി വേറൊരു കാർഡ് കൂടെ ചെയ്തു, അത് മാത്രം പോരെ നമുക്ക്. ഓക്കെ, സോ വി നീഡ് മോർ ഓഫ് ദാറ്റ് പ്രോപ്പർ ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് ലേണിംഗ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ മെറ്റീരിയൽസ് ദാറ്റ് വി സെലക്ട്. ഇപ്പോൾ നമ്മളിവിടെ നീതൂസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, വിച്ച് ഇസ് ആക്ച്വലി വെരി എക്സാം ഓറിയൻറ്റഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. അത് മാത്രമല്ല നമ്മളിവിടെ സ്പീക്കിംഗ് ലൈവിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും റീസെൻറ്റ് എക്സാം മോഡൽ ടോപ്പിക്സുകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും തോറും നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ നല്ല മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് മെറ്റീരിയൽസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾ എക്സാമിന് പോകുന്ന ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കാർഡ് നിങ്ങൾക്ക് വളരെ എന്താ പറയുക സ്ട്രേഞ്ച് ആയിട്ടോ അൺഫെമിലിയർ ആയിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പല പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കും. ടോപ്പിക് അല്ല ഞാൻ പറയുന്നത്, പാറ്റേൺ ആണ്. കാരണം ഇതിനെല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ചോദ്യം ചോദിക്കുന്നു, മറുപടി പറയുന്നു, പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, റീഅഷ്യൂർ ചെയ്യുന്നു, സജഷൻ കൊടുക്കുന്നു, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എക്സാമിന് കാണുന്ന വാക്കുകൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്ന കാര്യം നല്ല രീതിയിൽ കുറയുകയും ടെൻഷൻ ഇല്ലാത്തപ്പോൾ നമുക്ക് നല്ലോണം സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് ഇനി വരുന്ന പുതുവർഷത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവാം കേട്ടോ. സോ അപ്പോൾ ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ, ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് യു വിൽ ബി സെലിബ്രേറ്റിംഗ് നെക്സ്റ്റ് ന്യൂ ഇയർ ഇൻ യുവർ ഡ്രീം കൺട്രി. ഓക്കെ, സോ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എവറി വൺ. ഐ വിൽ ബി കമ്മിങ് ബാക്ക് നെക്സ്റ്റ് വീക്ക്. നാളെ നമുക്ക് മറ്റൊരു ലൈവ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് വീക്ക് അല്ല, tomorrow we have another live, because usually നമുക്ക് Tuesday Wednesday ആണ്, ബട്ട് ഒരു ചെറിയൊരു സ്വാപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ ആയിരിക്കും നമുക്ക് മറ്റൊരു ലൈവ് വരുന്നത്. അപ്പോൾ അന്ന് നാളെയും നമ്മൾ ഇതുപോലെ തന്നെ ഒരു എക്സാം മോഡൽ കോണ്ടെക്സ്റ്റ് തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ വിൽ ബി ടോക്കിംഗ് ടു യു ഗൈസ് tomorrow. Until then, take care. Good night.